ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി പദം അപ്രതീക്ഷിതമായി രാജിവെച്ചതോടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പകരക്കാരൻ ആരാകുമെന്ന ചർച്ചകളും സജീവമായി നടക്കുകയാണ്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ധൻഖർ രാജിവെച്ചതെന്ന അഭ്യൂഹവും പരക്കുന്നുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എക്ക് വലിയ ഭൂരിപക്ഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ ഭരണപക്ഷത്തിന് അധികം ചിന്തിക്കേണ്ടി വരില്ല. ധൻഖറിന്റെ പകരക്കാരനിലേക്ക് പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. തിരുവനന്തപുരം എം.പിയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂരിന്റെ പേര് പരിഗണനയിലുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്നാൽ അതിനും മുകളിലായി നിൽക്കുന്ന പേരാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റേത്. ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പുതിയ ആളെ എത്തിക്കാനുള്ള ബി.ജെ.പിയുടെ രാഷ്ട്രീയ നീക്കമാണിതെന്ന വിലയിരുത്തലുകളുമുണ്ട്. അപ്രതീക്ഷിത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പി. നേതൃത്വവും ആരെ തെരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ ആകാംക്ഷയുണ്ട്. നിതീഷ് കുമാറിന്റെ പേരിന് ചെറുതല്ലാത്ത പ്രാധാന്യം തന്നെയാണ് ലഭിക്കുന്നത്. അടുത്ത ബീഹാർ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനം ബി.ജെ.പിക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരമായി ഉപരാഷ്ട്രപതി പദവി അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചേക്കുമെന്ന സൂചനകൾ പലപ്പോഴായി നിതീഷ് കുമാർ പങ്കുവച്ചിട്ടുമുണ്ട്. 2005 മുതൽ വികസനത്തിന്റെ പാതയിലൂടെ ബീഹാറിനെ നയിക്കുന്ന കഴിവുറ്റ ഭരണാധികാരിയായാണ് നിതീഷ് കുമാർ ദേശീയ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നത്. നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം ആരംഭിക്കുന്നത് 1974 മുതലാണ്. 1977 വരെ ജയപ്രകാശ് നാരായണന്റെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്സിൽ പ്രവർത്തിച്ചാണ് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ നിതീഷ് കുമാർ സ്വായത്തമാക്കുന്നത്. പിന്നീട് 1977 ജനതാ പാർട്ടിയിൽ അംഗമായ നിതീഷ് സോഷ്യലിസ്റ്റ് നേതാവായി മാറി. 1996 വരെ സോഷ്യലിസ്റ്റ് നേതാവായി നിന്ന നിതീഷ് 1996 മുതൽ 2013 വരെ എൻ.ഡി.എ മുന്നണിയിൽ അംഗമായി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് 2013 എൻ.ഡി.എ വിട്ട് യു.പി.എയിൽ ചേർന്നു. 2015 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലാലു പ്രസാദ് യാദവുമായി മഹാഗഡ്ബന്ധൻ സഖ്യമുണ്ടാക്കി അധികാരത്തിലെത്തിയെങ്കിലും 2018 മഹാഗഡ്ബന്ധൻ ഉപേക്ഷിച്ച് വീണ്ടും എൻ.ഡി.എ മുന്നണിയിൽ എത്തി. 5 വർഷത്തിന് ശേഷം 2022 ഓഗസ്റ്റ് 9 മുഖ്യമന്ത്രി പദം രാജിവെച്ച എൻ.ഡി.എ സഖ്യം ഉപേക്ഷിച്ചു. ഓഗസ്റ്റ് 10 മഹാഗഡ്ബന്ധൻ സഖ്യത്തിൽ വീണ്ടും ചേർന്ന് ആർ.ജെ.ഡി പിന്തുണയിൽ 8ാം പ്രാവശ്യവും ബീഹാർ മുഖ്യമന്ത്രിയായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി മുഖ്യമന്ത്രി സ്ഥാനം ആർ.ജെ.ഡിക്ക് കൈമാറണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ.ജെ.ഡി കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ബീഹാറിൽ മത്സരിക്കുന്ന സീറ്റുകളിൽ ജെ.ഡി.യു വിലപേശരുതെന്നുമുള്ള ആർ.ജെ.ഡിയുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് 2024 ജനുവരി 28 നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യ മുന്നണി വിട്ട് വീണ്ടും എൻ.ഡി.എയിലെത്തി. അതേ ദിവസം ബി.ജെ.പി. പിന്തുണയിൽ 9ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. അങ്ങനെ അധികാരത്തിന്റെ അകത്തളങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ നിതീഷ് കുമാറിന് എല്ലായ്പ്പോഴും സാധിച്ചിട്ടുണ്ട്. എൻ.ഡി.എ മുന്നണിയിലെ ഏറ്റവും നിർണായകമായ ശക്തിയാണ് ജെ.ഡി.യു എന്നതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ കണ്ടില്ലെന്ന് നടിക്കാൻ പ്രധാനമന്ത്രിക്ക് ആകില്ല. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിതീഷ് കുമാറിന് ഉപരാഷ്ട്രപതി സ്ഥാനം നൽകി അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ബി.ജെ.പിയുടെ തന്ത്രമാണ് ധൻഖറിന്റെ രാജിക്ക് പിന്നിലെന്നതാണ് ശക്തമായ അഭ്യൂഹം. ഇത്തവണ ബീഹാറിൽ കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിടുന്ന ബി.ജെ.പിക്ക് നിതീഷിനെ ഒപ്പം നിർത്തേണ്ടത് അത്യാവശ്യമാണ്. നിതീഷ് കുമാർ ഉപരാഷ്ട്രപതിയാകുന്നത് ബീഹാറിന് വളരെ നല്ല കാര്യമായിരിക്കും എന്ന ബി.ജെ.പി. എം.എൽ.എ ഹരിഭൂഷൺ താക്കൂറിന്റെ പ്രതികരണം ഈ അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്നതാണ്. ഇപ്പോൾ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ജെ.ഡി.യുവിന്റെ ഹരിവംശ നാരായൺ സിംഗ് ആണ്. ധൻഖറിന്റെ അഭാവത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ഹരിവംശായിരിക്കും. ബീഹാറിൽ നിന്നുള്ള ഒരു നേതാവ് രാജ്യസഭയെ നിയന്ത്രിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് എൻ.ഡി.എക്ക് ഗുണകരമാകുമെന്നും ബി.ജെ.പി. കണക്കുകൂട്ടുന്നു. അങ്ങനെ ബീഹാർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഫലമാണ് ധൻഖറിന്റെ രാജി എന്നാണ് ലഭിക്കുന്ന സൂചന.